ഓക്കെ. സോ ഇന്ന് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സാണ് പറയാൻ പോകുന്നത്. ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ബ്രാഞ്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് മീൻസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾക്കൊരു ഷോപ്പ് ഉണ്ടെന്ന് വെച്ചോ, അതിൻ്റെ ഒരു ഫ്ലോറിൽ ഒരു ഫേർണിച്ചർ ഷോപ്പ് ഹീസ് റണ്ണിങ്. ഓക്കെ. താഴേത്തതിൽ ഇയാളൊരു സ്റ്റേഷനറീൻ്റെ കട നടത്തുവാണ്. ഓക്കെ. സോ മേലത്തെ തട്ടിൽ ഫേർണിച്ചർ ഷോപ്പ് ആൻഡ് താഴത്തെ തട്ടിൽ സ്റ്റേഷനറി. ഓക്കെ. അണ്ടർ സെയിം മാനേജ്മെൻറ്റ്, ഒരേ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ ഡിഫറെൻ്റ് ആണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ. ബ്രാഞ്ചിലാണെങ്കിലോ ഒരു ഹെഡ് ഉണ്ട്, ബട്ട് ഡൂയിങ് ദ സെയിം തിങ്. ദിസ് മലബാർ ഗോൾഡ് ആണെങ്കിൽ എല്ലാ ബ്രാഞ്ചസിലും ഗോൾഡ് തന്നെയാണ് അല്ലേ. ബട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റലിൻ്റെ കേസിൽ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും സെപ്പറേറ്റ് ബിസിനസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. അതാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ് ഇസ് ഫേർണിച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലോസ് ആണോ നമുക്കറിയണം. അതേപോലെ സ്റ്റേഷനറി ആണെങ്കിലും സ്റ്റേഷനറി ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് നമുക്കറിയണം. സോ ഈ ഒരു പർപ്പസിന് വേണ്ടി, അതായത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നറിയോടോ, ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഓക്കെ. സോ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു സെൻസ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസിസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയണം. എന്തിൻ്റെ? ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ. സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സെപ്പറേറ്റ് ആയിട്ട് അറിയണം. എന്നാലല്ലേ നമുക്കിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇയാളുടെ ഫാദറാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഫാദറിന് അറിയണ്ടേ ഫർണിച്ചറിലുള്ളത് നഷ്ടമാണോ ലാഭത്തിലാണോ, അല്ലെങ്കിൽ സ്റ്റേഷനറി ആണോ ലാഭത്തിൽ. അപ്പം ഇതിൽ നഷ്ടമാണെങ്കിൽ ഇത് അടച്ചു പൂട്ടണോ, അങ്ങനെയുള്ള ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരില്ലേ. സോ അതിൻ്റെ പർപ്പസിനാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. ഇനി ഓർമ്മിച്ചോളെ, ഇപ്പോൾ ഇയാൾ ഫാദർ ആണെങ്കിൽ ഫാദർ സ്റ്റേഷനറിക്ക് വേണ്ടി പർച്ചേസ് നടത്തും അല്ലേ. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ പറ്റും. സ്റ്റേഷനറിക്ക് വേണ്ടിയിട്ട് എത്ര സാധനങ്ങൾ, എത്ര റുപ്പീസിൻ്റെ സാധനം വാങ്ങിച്ചു. അതേപോലെ നമുക്ക് ഫർണിച്ചർ ഷോപ്പിലേക്ക് എത്ര രൂപേൻ്റെ പർച്ചേസ് ഉണ്ട്. ഇതും നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാൻ പറ്റും. ബിക്കോസ് രണ്ടിനും രണ്ട് പർച്ചേസ് ആയിരിക്കും. ബിക്കോസ് സ്റ്റേഷനറിയിൽ വിൽക്കേണ്ടത് പർച്ചേസ് ചെയ്യുക, സ്റ്റേഷനറി ആൻഡ് ഫർണിച്ചറിൻ്റെ പർച്ചേസ്. അതേപോലെ തന്നെ സെയിലിൻ്റെ ഡീറ്റെയിൽസ്, സ്റ്റേഷനറിയിലെ സെയിലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ പറ്റും. എത്ര ഫർണിച്ചർ വിറ്റ് എന്നുള്ളതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ പറ്റും അല്ലേ. അതായത് ഓക്കെ, വെയിറ്റ് അടുത്ത പറയുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവും. ഇനി നോക്ക്, റെൻറ്റ്. ഇതിന് മുഴുവനായിട്ടാണ് നമ്മൾ റെൻറ്റ് പേ ചെയ്യുന്നതെന്ന് വെച്ചോ. ഈ മൊത്തമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിന് നമ്മൾ മന്ത്ലി ഒരു 5000 രൂപ സ്പെൻഡ് ചെയ്തു റെൻറ്റ് വകയിൽ. ഇവിടെ നമുക്ക് പറയാൻ പറ്റുമോ ഇത്ര പൈസ ഫർണിച്ചറിൻ്റെ ഇതിന് കൊടുത്തു അല്ലെങ്കിൽ ഇത്ര പൈസ സ്റ്റേഷനറി കടക്ക് കൊടുത്തു? നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വരുന്നുണ്ട്. ബിക്കോസ് ഡയറക്റ്റ്ലി നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കും അല്ലേ. ഇപ്പം ഈ ഷോപ്പിൻ്റെ കേസ് തന്നെ നോക്കിയേ. ഷോപ്പിൻ്റെ ഇലക്ട്രിസിറ്റി ചാർജ് എടുക്കുക. അടുത്തത് ഇലക്ട്രിസിറ്റി ചാർജ് ഫുള്ളി ഷോപ്പിനാണ് വരിക. അപ്പം നമുക്കത് എന്ത് ചെയ്യേണ്ടി വരും, ഫർണിച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര അല്ലെങ്കിൽ സ്റ്റേഷനറിക്ക് എത്ര നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ബട്ട് അത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഒരു ബേസിൽ നമ്മൾ അങ്ങോട്ട് അലോക്കേറ്റ് ചെയ്യും. അത് ഞാനിപ്പോൾ പറയും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്, ചില സാധനങ്ങൾ നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റും ഫർണിച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണോ അല്ലെങ്കിൽ സ്റ്റേഷനറിൻ്റെ ആണോ. അത് എക്സാമ്പിൾ പർച്ചേസ്, സെയില്, പിന്നെ വെയ്ജ്, അതേപോലെ ഉള്ള ഡയറക്റ്റ് സാധനങ്ങൾ, ഡയറക്റ്റായിട്ടുള്ള എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാവും. ബട്ട് ചില എക്സ്പെൻസ്, അതായത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് എത്ര എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. ഇഫ് ഫോർ എക്സാമ്പിൾ റെൻറ്റ് 5000 എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടിനും കൂടിയാണ്, ഫർണിച്ചറിനും സ്റ്റേഷനറിക്കും കൂടെയാണ് ഈ 5000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്ന് അറിയാടോ, ഇതിനെ ഇക്വിറ്റബിൾ ബേസിൽ അലോക്കേറ്റ് ചെയ്തിട്ട് ഫർണിച്ചറിനും സ്റ്റേഷനറിക്കും കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നമ്മളോട് പറയുന്ന ഫ്ലോർ ഏരിയേൻ്റെ ബേസിൽ അലോക്കേറ്റ് ചെയ്തോളൂ. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്ന ഫ്ലോർ ഏരിയ 1:1 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് എന്ത് ചെയ്യും, 5000ന് 1:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിട്ട് 2500 ഇയാൾക്കും
ഫർണിച്ചറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനും 2500 സ്റ്റേഷനറിക്കും കൊടുക്കും. ഇനി ഇവിടെ 2:1 ആണെങ്കിൽ നമ്മൾ 2 ഭാഗം ദാറ്റ് ഈസ് 5000 ഇൻറ്റു 2/3 ഇവർക്കും കൊടുക്കും. ഫസ്റ്റ് ഇത് 5000 ഇൻറ്റു 1/3 സ്റ്റേഷനറിക്കും കൊടുക്കും. സോ ഇവിടെ ഞാൻ ഇത്ര നേരം പറഞ്ഞതിനുള്ള ക്രഷ് മീൻസ് അതിൻ്റെ ശരിയായ ഒരു പോയിന്റ്, 2 ഡിപ്പാർട്ട്മെൻറ്റ് ക്യാരിങ് ഔട്ട് എൻറ്റയർലി ഡിഫറെൻറ്റ് ബിസിനസ്. സോ രണ്ടിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ചില എക്സ്പെൻസ് നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാൻ പറ്റും. ബട്ട് ചില എക്സ്പെൻസുകൾ നമുക്ക് ഡയറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ അലോക്കേഷൻ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ബേസ് വെച്ചിട്ട് 2 പേർക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസ്. ഇനി നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് എങ്ങനെ പറയാമെന്നറിയടോ. ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് ഓക്കെ, സോ ഇങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ 2 ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ നമ്മുടെ എക്സാമ്പിളിൽ, ഫർണിച്ചർ സ്റ്റേഷനറി ടോട്ടലിന് എഴുതണം. അതേപോലെ ഈ സൈഡിലും ഫർണിച്ചർ സ്റ്റേഷനറി ടോട്ടൽ. അപ്പോൾ നമ്മുടെ പർപ്പസ് ഈസ് ടു ഫൈൻഡ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് അക്കൗണ്ട്സ് ആണോ വരിക, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ഇറ്റ് ഈസ് ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പണിംഗ് സ്റ്റോക്കൊക്കെ ഡയറക്റ്റ്ലി തരും. ആ ഡയറക്റ്റ്ലി തന്നത് ഫോർ എക്സാമ്പിൾ 1000 2000 ആണെങ്കിൽ ഇങ്ങനെ എഴുതും. പക്ഷെ നമ്മളിവിടെ ടോട്ടൽ ചേർത്ത് ഇടും. ഇനി സെയിലും അതുപോലെ ഡയറക്റ്റായിട്ട് തരുവാണെങ്കിൽ സെയിലും അതുപോലെ ഫോർ എക്സാമ്പിൾ 3000 4000 ആണെങ്കിൽ ഇതും അങ്ങനെ എഴുതും. ഇനി നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ഇതിൽ വേറെ ഐറ്റംസ് എന്തെല്ലാം നല്ല അറിയാമല്ലോ. ടു പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ് പോലുള്ള വേജ്, പിന്നെ നമ്മൾ ഇപ്പുറത്ത് ബൈ ക്ലോസിങ് സ്റ്റോക്ക്, ഇവിടെ സെയിലിൽ നിന്ന് റിട്ടേൺ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം ആൻഡ് ഇറ്റ് ഇസ് ക്ലോസിങ് സ്റ്റോക്ക്. എന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ആൻഡ് ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതും. ഇതൊക്കെ അറിയാമല്ലോ അല്ലടോ. ആൻഡ് ഹിയർ കംസ് ടു നമ്മൾ നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, റെൻറ്റിൻ്റെ പ്രത്യേകത എന്തേനും, റെൻറ്റ് തന്നിരിക്കുന്നത് 5000 ആണ്. നമുക്ക് അറിഞ്ഞുകൂടാ ഫർണിച്ചറിന് എത്ര സ്റ്റേഷനറിക്ക് എത്ര അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടലിൻ്റെ കോളത്തിൽ അവിടെ 5000 എഴുതി വെക്കും. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പരതും. ക്വസ്റ്റ്യനിൽ എന്ത് ബേസാന്ന് തരും. 1:1 ആണെങ്കിൽ 5000ൻ്റെ 1 ഭാഗം, അതായത് 2500 ഫർണിച്ചറിനും കൊടുക്കും, 2500 സ്റ്റേഷനറി ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കും. ഇവിടെ ഏതാണോ റേഷ്യോ അതിൻ്റെ ബേസിൽ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഇനി ഓക്കെ, അത് ക്വസ്റ്റ്യൻ പറയുമ്പോൾ പറയാം. ഇത് ഏകദേശം ഫോമാറ്റൊക്കെ ഓക്കെ ആണല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ നമ്പർ 1. ഏത് യൂണിവേഴ്സിറ്റിയാണെന്നും എനിക്കറിയുന്നില്ല. എനിവേ ലെറ്റ്സ് സീ. ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഗിവൺ ടോയ് ടിൻ, പേര് മെസ്സേഴ്സ് ടൈനി ആൻഡ് ടോയ്സ്, ഈ ഫേമിൻ്റെ പേര്. പ്രിപ്പയർ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഒക്കെ വരാൻ പറയുന്നു. 2 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് പോലും, ടിൻ ഡിപ്പാർട്ട്മെൻറ്റും ടോയ് ഡിപ്പാർട്ട്മെൻറ്റും. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഗിവൺ ടോയ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് വരണം. അതിന് മുമ്പ് ക്വസ്റ്റ്യൻ ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. ക്ലിക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ. ആൻഡ് ഹിയർ ഇസ് സെക്കൻഡ് പാർട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നൗ ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട് വരട്ടെ. ഓക്കെ, സോ ഞാനിവിടെ വരഞ്ഞിട്ടുണ്ട്, പേര് തന്നിട്ടുണ്ട്. മെസ്സേഴ്സ് ടിൻസ് ആൻഡ് ടോയ്സ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ടിന്നിന് കോളം, ടോയ്ക്കൊരു കോളം ടോട്ടൽ, ടിന്നിനൊരു കോളം, ടോയ്ക്കൊരു കോളം ടോട്ടൽ. സോ ഫസ്റ്റ് യുവർ ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് ദിസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ടോയ്ക്ക് ഇത്ര, ടിന്നിന് ഇത്ര സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. സോ നമുക്കത് സെപ്പറേറ്റ് വേഗം തന്നെ ഇവിടെ എഴുതാം. ഇറ്റ് ഇസ് ടിന്നിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത്. എൻ്റെ ഇതിൽ ടിന്നാണ് ആദ്യമുള്ളത്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ടിന്നിന് 15000, ടോയ്ക്ക് 5000. ആൻഡ് ഹിയർ ടോട്ടൽ നമ്മളിവിടെ എഴുതണം 20000. Okay, now next point is
റോ മെറ്റീരിയൽ കൺസ്യൂം ബ്രാക്കറ്റിൽ ടിന്നെന്ന് തന്നിട്ടുണ്ട് 36,000. സോ അത് മാത്രം ഞാൻ വായിച്ചത് കൊണ്ട് ഞാനിവിടെ റോ മെറ്റീരിയലിന് എഴുതി. ടിന്ന് മാത്രം അവിടെ ക്വസ്റ്റ്യനിൽ തന്നുകൊണ്ട് ഞാനിവിടെ 36,000 എഴുതി. ആൻഡ് ടോട്ടൽ ഇവിടെ 36. ഇത് ഞാനിപ്പോൾ സ്ട്രൈക്ക് ചെയ്യേണ്ടി വരും ബിക്കോസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ഐറ്റം ഉണ്ട്. ബട്ട് ഇപ്പോൾ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതവിടെ എഴുതി. ആൻഡ് ഹിയർ കം സ്റ്റോർ കൺസ്യൂം ടോട്ടൽ ഇസ് ഗിവൺ 9,000. നമുക്ക് അറിയുന്നില്ല എങ്ങനെ അപ്പോർഷൻ ചെയ്യേണ്ടത്. സോ ഞാനിവിടെ എഴുതി ടു സ്റ്റോർസ് കൺസ്യൂംഡ്. ഓക്കെ, 9,000. സോ ഇവിടെ എത്ര നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ്റെ അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ. ആൻഡ് കംസ് വേജസ് ഡിഫറെൻറ്റ് തന്നിട്ടുണ്ട്. സോ നമുക്കതിവിടെ വേഗം എഴുതി വെക്കാം. ടു വേജസ് ഇറ്റ് ഇസ് 6,000 ആൻഡ് 3,000. ഹിയർ goes 9,000. ഓക്കെ, നൗ അഡ്വർടൈസ്മെൻറ്റ് ഇറ്റ് ഇസ് 1,500. അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാം, മീൻസ് ട്രേഡിങ്ങിലല്ല, P&L അക്കൗണ്ടിലല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് താഴോട്ടേക്കാക്കി വരഞ്ഞു. എന്നിട്ട് ടു അഡ്വർടൈസ്മെൻറ്റ് 1,500. ഇവിടെയും എനിക്ക് ഇവിടെ എത്ര എന്ന് ഞാൻ കണ്ടുപിടിക്കണം. ഓക്കെ, പാക്കിംഗ് ടോയ്സിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് 600 തന്നിന്. അതുകൊണ്ട് ഞാനിവിടെ എന്തെഴുതി, ടു പാക്കിംഗ് ടോയ്സ് ആണ്. അപ്പോൾ ടോയിൻ്റെ ഞാൻ 600 എഴുതി. ഇവർക്കില്ല. സോ ടോട്ടൽ ഇസ് 600. ഓക്കെ, നൗ കംസ് ഓഫീസ് എക്സ്പെൻസ്. ഇറ്റ് ഇസ് 4,800. ഓഫീസ് എക്സ്പെൻസ് 4,800 ടോട്ടലാണ്. ഇവിടെ എത്ര കണ്ടുപിടിക്കണം. ഹിയർ കംസ് ഡിപ്രിസിയേഷൻ. ഫാക്ടറി ഡിപ്രിസിയേഷൻ എനിക്ക് വേണ്ടത് ടിന്നിന് എത്ര, ടോയ്ക്ക് എത്ര ആണ്. ബട്ട് ഇവിടെ തന്നിരിക്കുന്നത് എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രിസിയേഷൻ, ബിൽഡിങ്ങിൻ്റെ ഡിപ്രിസിയേഷൻ. എനിക്കൊന്നും അറിയുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 2 ഡിപ്രിസിയേഷൻ എഴുതിയിട്ട് ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇട്ടു. ഓക്കെ, ആൻഡ് കംസ് നെക്സ്റ്റ് പേജ് സെയിൽസ് ടോയ്സ് ആൻഡ് സ്കിവൺ. സോ ഞാനിവിടെ എന്തെഴുതി, ബൈ സെയിൽസ് ടിന്നിന് 90,000 18,000. സോ 1,08,000. ആൻഡ് അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്കും അങ്ങനെ തന്നെ ഡിഫറെൻറ്റ് തന്നിട്ടുണ്ട്, രണ്ടുപേരുടെയും തന്നിട്ടുണ്ട്. സോ ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് 6,000 12,000 18,000. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഇൻഫോർമേഷൻ, അഡീഷണൽ ഇൻഫോർമേഷൻ വായിക്കാൻ പോകുന്നു. ടോയ് ആർ മെയ്ഡ് ഓഫ് എ ബിറ്റ് ഓഫ് ഷീറ്റ് ഓഫ് റോ മെറ്റീരിയൽ ബൈ ടിൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ടിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റോ മെറ്റീരിയൽ. ഓക്കെ, ടിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റോ മെറ്റീരിയൽ 36,000 റോ മെറ്റീരിയലിൻ്റെ എൻഡ് ബിറ്റ്, ബാക്കിയുള്ള കുറച്ച് ഭാഗം, അതായത് ആ റോ മെറ്റീരിയൽ തന്നെ ടോയ് എത്ര യൂസ് ചെയ്തിട്ടുണ്ട്, 2,000. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ 36,000 2,000 ടോയ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ എത്രയാവും, 34. സോ ഹിയർ കംസ് 36. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തത്, ടോയ് മേക്കിംഗ് ഡസ് നോട്ട് റിക്വയർ എനി എക്യുപ്മെൻറ്റ്. ടോയ്ക്ക് എന്തിൻ്റെ ആവശ്യമില്ല, എക്യുപ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഡിപ്രിസിയേഷൻ എക്യുപ്മെൻറ്റിന് എത്ര, 1,200. അപ്പോൾ ടോയ് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഡിപ്രിസിയേഷൻ ഓഫ് എക്യുപ്മെൻറ്റ് 1,200 ആർക്ക് മാത്രം അപ്പോർഷൻ ചെയ്താൽ മതി, അലോക്കേറ്റ് ചെയ്താൽ മതി, 1,200 ടിന്നിന് മാത്രം. ബിക്കോസ് ടോയ് എന്ത് ചെയ്തിട്ടില്ല, അത് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, നൗ അടുത്തത് only 1/8 of the area of the building is occupied by toy department. ബിൽഡിങ്ങിൻ്റെ 1/8. അപ്പോൾ ബിൽഡിംഗ് എത്രയാ, ബിൽഡിങ്ങിൻ്റെ ഡിപ്രിസിയേഷൻ എത്രയാടോ, 1,600. അപ്പം ബിൽഡിംഗ് മൊത്തത്തിൽ 1/8 മാത്രമേ ആര് യൂസ് ചെയ്തിട്ടുള്ളൂ, ടോയ്. അപ്പോൾ 1/8 എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ്റെ എത്ര മാത്രം, 2,000. അപ്പോൾ ബാക്കി ഡിപ്രിസിയേഷൻ എത്ര, 2,000 അല്ല 200 കേട്ടോ. ബാക്കി ഡിപ്രിസിയേഷൻ 1,400. അപ്പം ഇത് ടോയ്ക്കും ഇത് ടിന്നിനും. ഓക്കെ, സോ ഹിയർ ടു ഡിപ്രിസിയേഷൻ ബിൽഡിംഗ്, ടിന്ന് 1,400, ടോയ് 1/8 ഭാഗം മാത്രം. സോ ഇറ്റ് ഇസ് 200. അതും കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ അവിടെ തീർന്ന് ഇല്ലടോ, പക്ഷേ എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കുകൾ ഇനിയും ബാക്കി. ഇവിടെ നോക്കാം നമുക്ക് ആദ്യം. അഡ്വർടൈസ്മെൻറ്റിന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്,
പാക്കിങ്ങിനൊരു ക്വസ്റ്റ്യൻ മാർക്ക്, പാക്കിങ്ങിനില്ല, ഓഫീസ് എക്സ്പെൻസിനും രണ്ടിനും ക്വസ്റ്റ്യൻ മാർക്ക്. എന്ത് ചെയ്യും അത് നമ്മളോട് ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. സിയർ if the base of allocation are not given, the expense should be apportioned on the basis of sale. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്വർടൈസ്മെൻറ്റും ഓഫീസ് എക്സ്പെൻസും എന്തിൻ്റെ ബേസിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം? സെയിലിൻ്റെ ബേസിൽ. സെയിൽ എത്രയാ? ടിന്നിന് 90യും ടോയ്ക്ക് 18 അല്ലേ? അപ്പോൾ 90:18 അല്ലേ? ടിൻ ഈസ്റ്റ് ടോയ്. 90:18 ചെറുതാക്കിയാൽ 45:9, വീണ്ടും ചെറുതാക്കിയാൽ 5:1. സോ ഈ റേഷ്യോയിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റും ഓഫീസ് എക്സ്പെൻസും അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം അത് ചെയ്താൽ 1250 250 അങ്ങനെ കിട്ടും. ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഓഫീസ് എക്സ്പെൻസും അതേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ 4000 800 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനിയും പ്രശ്നമുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടിയുണ്ട്. സ്റ്റോർസ് കൺസ്യൂംഡ്. ഇവിടെ നിനക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു സംഭവം കാണാം. ഇവിടെ നമുക്ക് ഓൾറെഡി അലോക്കേഷൻ്റെ ബേസ് തന്നിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കണം. കാരേജ് ഇൻവേർഡ് അങ്ങനെയുള്ള സാധനം നെറ്റ് പർച്ചേസിൻ്റെ മേല, സെയിൽ, ബാഡ് ഡെറ്റ്, കാരേജ്, അഡ്വർടൈസ്മെൻറ്റ്, സെയിൽ ടാക്സ്, സാലറി ഓഫ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് സാലറി സെയിലിൻ്റെ ബേസിൽ, നെറ്റ് സെയിൽ, നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ സെയിൽ മൈനസ് സെയിൽസ് റിട്ടേൺസിനെയാണ് നമ്മൾ നെറ്റ് സെയിൽ എന്ന് പറയുന്നത്. നെറ്റ് സെയിൽ റിട്ടേൺ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്തിട്ടുള്ളതിനാണ് നെറ്റ് സെയിൽ. അതേപോലെ പർച്ചേസ്, നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺസ്. ഓക്കെ, ഇനി റെൻ്റ് റേറ്റ് അതൊക്കെ ഏരിയൻ്റെ ബേസിൽ, ഫ്ലോർ ഏരിയൻ്റെ ബേസിൽ, പിന്നെ മെഷീനറി, ഡിപ്രിസിയേഷൻ, റോ മെറ്റീരിയൽ, മെയിൻ്റനൻസ്, ഇൻഷുറൻസ് എല്ലാം മെഷീനറിൻ്റെ വാല്യൂൻ്റെ ബേസിൽ, പവർ ഇങ്ങനെയുടെ ബേസിൽ. അങ്ങനെ ഇവിടെ എനിക്ക് കാണാം കുറേ ബേസസ് ഇവിടെ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ എഴുതി വെക്കണം. 12 13ാമത്തെ പോയിൻ്റായിട്ട് എഴുതുക. സ്റ്റോർസ് കൺസ്യൂംഡ് നമ്മൾ എന്തിൻ്റെ ബേസിൽ അപ്പോർഷൻ ചെയ്യാമെന്ന് അറിയടോ? റോ മെറ്റീരിയലിൻ്റെ ബേസിൽ. ഓക്കെ, സ്റ്റോർസ് കൺസ്യൂംഡ് റോ മെറ്റീരിയലിൻ്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ കാണാം സ്റ്റോർസ് കൺസ്യൂംഡ് ഹാവ് ബീൻ അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. ഓക്കെ, അപ്പോൾ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് നമുക്ക് നോക്കാം. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഇവിടെ ഉണ്ട്. റോ മെറ്റീരിയൽ എന്താ റേഷ്യോ? 34,000 ഈസ്റ്റു 2000, അതായത് 34:2. എഗെയിൻ ചെറുതാക്കിയാൽ 17:1 വരും. ഓക്കെ, ഈ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റോർസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റോർ ടോട്ടൽ 9,000 ആണ്. സോ 9,000നെ നമ്മൾ ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ 8,500 കിട്ടും. ഒന്ന് ചെയ്ത് നോക്കട്ടെ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതൊക്കെ 1 മിനിറ്റ്. യെസ്, ഇറ്റ് ഇസ് 9,000 into 17. ഓക്കെ, കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണക്ക് ചെയ്യുക. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ ഒരു ഐറ്റം കൂടി ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ഇതുവരെ ഓക്കെയാണ് സംഭവം എന്നല്ല. ഇനി ഇതിൽ ഒരു ഐറ്റം കൂടി ഉണ്ടെന്ന് വെച്ചോ. ഞാനിവിടെ എഴുതി ചേർക്കുവാണേ. ഇവിടെ ഡി എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ്. പെൻസിലില്ല, ഞാൻ പെണ്ണുകൊണ്ട് തന്നെ എഴുതുകയാണ്. ഇൻകം ടാക്സ് ₹5,000. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് ഇതിന്. ഓക്കെ, 1 മിനിറ്റ്. അതിനേക്കാൾ മുന്നേ ഡീപ്പ് ഇതിപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ക്വസ്റ്റ്യൻ തീർന്നല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നോ ഇതൊക്കെ ബാലൻസ് ചെയ്ത് ഇവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് തന്നെ ആവണമെന്നില്ല, ലോസ് ആവാം. ഇനി ചിലപ്പം ടിന്നിന് പ്രോഫിറ്റും ടോയ്ക്ക് ലോസ് ആവാം. അതൊന്നും ഒരു വിഷയമല്ല. എവിടെയാണോ ബാലൻസ് വരുന്നത് അവിടെ ഇടാം. ഇവിടെ ഇപ്പം രണ്ടിലും നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. 38,500 ഇതെവിടെയുണ്ട്, ഞാൻ പിന്നെ അത് എഴുതണ്ടല്ലോ. ഹിയർ 38,500 13,500 ബാലൻസ് ചെയ്ത് കിട്ടിയതാണ്. ഇതിനെ നമ്മൾ നേരെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഇതും ബാലൻസ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ്, രണ്ടും നെറ്റ് പ്രോഫിറ്റ്. ഒരു നിർബന്ധമില്ല രണ്ടിനും നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത്. ചില സമയത്ത്
ഈ ടോയ്ക്ക് ലോസ് ആണെങ്കിൽ ഇവിടെ വരും ബാലൻസ്. ഓക്കെ, അത് നിർബന്ധമില്ല, അത് ഇനി വരുന്ന കണക്കുകളിൽ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു പുതിയ പോയിന്റ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാനിവിടെ എഴുതുവാണ് ഇൻകം ടാക്സ് 5000. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാടോ, ഇത് നമുക്ക് ഡയറക്റ്റ്ലി ഓർ എങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അലോക്കേഷൻ നോട്ട് പോസിബിൾ. അലോക്കേഷൻ നോട്ട് പോസിബിൾ ഇൻ എനി വേ. എങ്ങനെയും നമുക്കിത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ മീനിങ്, നമുക്കിപ്പം ഇവിടെ അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ സെയിലിൻ്റെ ബേസിൽ കൊടുത്തു, ഓഫീസ് എക്സ്പെൻസ് സെയിലിൻ്റെ ബേസിൽ കൊടുത്തു, പിന്നെ ഇവിടെ നമ്മൾ കുറേ ബേസസ് പഠിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യണം. ബട്ട് ചില എക്സ്പെൻസസ് ആർ ദെയർ, അത് നമുക്ക് എന്തിലും എന്ത് ചെയ്യാൻ പറ്റില്ല, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള എക്സാമ്പിൾസാണ് ഇപ്പം എനിക്കിവിടെ കാണാം. Examples: there are certain expense which cannot be apportioned on suitable basis. അതായത് ലോസ് ഓൺ സെയിൽ, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ഇങ്ങനെയുള്ള സാധനം ക്വസ്റ്റ്യനിൽ കണ്ടാലെന്നാണ് പറയുന്നത് കേട്ടോ. ഡാമേജ് പേബിൾ അണ്ടർ ലോ, അക്കൗണ്ടിങ് ചാർജസ്, ഓഡിറ്റ് ഫീ, ഇൻഷുറൻസ് ഓൺ കോംപ്രഹെൻസീവ് പോളിസി, ലീഗൽ എക്സ്പെൻസ്, ബാങ്ക് ചാർജ്, ഇൻകം ടാക്സ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ എത്രയുടെ എഴുതിയത് 5000. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയടോ. അപ്പോൾ ഇവിടെ ഇൻകം ടാക്സ് 5000. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, രണ്ടാൾക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇത് ഞാൻ ഓൾറെഡി നമ്മളിത് ചെയ്തല്ലോ. ഇത് ചെയ്തപ്പോൾ എത്ര കിട്ടി, നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കിട്ടിയല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഇത് ചെയ്തതിന് ശേഷം ഞാൻ ഒരു അക്കൗണ്ടും കൂടെ വരെയും അതിൻ്റെ താഴെ തന്നെ, അതിൻ്റെ താഴെ ഇവിടെ വരെ നീ ഫുള്ളാക്കി ചെയ്തു, അതിന് ശേഷം അതിൻ്റെ താഴെ ഒരു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയുന്നു. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഒരു കോളം മതി, ടോട്ടൽ മാത്രം. ഓക്കെ, അതായത് നേരത്തെ ചെയ്ത പോലെ അപ്പോർഷൻ ചെയ്യണ്ട. എന്നിട്ട് നമ്മൾ ആ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ നെറ്റ് പ്രോഫിറ്റ്, ഈ നെറ്റ് പ്രോഫിറ്റ് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. സോ ഇപ്പുറത്ത് വരും അല്ലേ, ബൈ നെറ്റ് പ്രോഫിറ്റ് ടിന്ന് ടോയ്. ടിന്നിന് എത്രയോ, 28,650 ടിന്നിൻ്റെ പ്രോഫിറ്റും 11,650 ടോയിൻ്റെ പ്രോഫിറ്റും ഇവിടെ എഴുതി. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇൻകം ടാക്സ്, ഇതിൻ്റെ പേരെന്താ, ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഐറ്റംസ് നമ്മൾ ജനറൽ P&L അക്കൗണ്ടിലേക്ക് എഴുതുന്നു. ഇവിടെ 5000 എഴുതി, ഇത് വീണ്ടും ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ശരിയായ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു. സോ അങ്ങനെയുള്ള കേസിൽ നമുക്കിവിടെ വെറും പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ജനറൽ P&L അക്കൗണ്ട് എന്ന് എഴുതേണ്ടി വരും. ഇവിടെ എന്ത് എഴുതാൻ പറ്റൂല, ഇങ്ങനെ ഒരു സാധനം ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റൂല, നമുക്ക് ഏതിനെയാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റും, ഇത് ചെയ്ത് കിട്ടുന്ന ആൻസറിനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ടു പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ജനറൽ P&L അക്കൗണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഇവിടെ കിട്ടും. നമ്മൾ അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് കിട്ടുന്നത് ഇതിൻ്റെ ആൻസർ. സോ എക്സ്പെൻസസ് ചിലത് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ ചെയ്ത പോലെ ഓപ്പൺ ഇതിവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അഡ്വർടൈസ്മെൻറ്റ് പോലെയുള്ള നമ്മൾ എന്തെങ്കിലും ബേസിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇൻകം ടാക്സ് പോലെയുള്ളത് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് ജനറൽ P&L അക്കൗണ്ടിൽ എഴുതണം. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ഇനി ഇതിൽ ഒരേ ഒരു സാധനമേ പറയാനുള്ളൂ, ദാറ്റ് ഈസ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ. അതായത് ഇപ്പോൾ ഇവിടെ ടിന്നും ടോയും അല്ലേ, ടിന്ന് ടോയ്ക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുക, ടോയ് ടിന്നിന് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സംഭവം. സോ അത് ഞാൻ നാളെ പഠിപ്പിച്ചു തരാം. സോ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, യൂസ്ഫുള്ളാന്ന് അറിഞ്ഞാലല്ലേ ഞാൻ ഇനി നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടു. സോ ഇത് കണ്ടു നോക്കുക. ഓക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മതി, നാളെ ഇതിൻ്റെ ഈ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ പറയാം.